ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ദുബായിൽ നിന്നും ഷാർജയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഒരു ബ്രദർ ഫാമിലിയും അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അങ്ങോട്ട്. അപ്പം നമുക്കറിയാം, നമുക്ക് ബസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും കാർ വഴി പോവുകയാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ എടുക്കും. കാരണം ട്രാഫിക്കും സിഗ്നലൊക്കെ ഉള്ളത് കൊണ്ട് ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഇവിടെ നിന്ന് ബോട്ട് സർവീസ് ഉണ്ട്. അതുകൊണ്ട് ദുബായ് മറൈൻ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റേഷനിൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അങ്ങനെ ബോട്ട് വഴി ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് ഒരു 20-25 മിനിറ്റ് കൊണ്ട് ഒരു ബ്ലോക്കും ഒരു ട്രാഫിക്കും ഇല്ലാണ്ട് നമുക്ക് വേഗം എത്താൻ പറ്റും. നമ്മളതും എൻജോയ് ചെയ്ത് നമുക്ക് എത്താം. അങ്ങനെ ഞങ്ങൾ കപ്പലിൽ കയറിയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവുകയുണ്ടായിരുന്നു. നല്ല കാഴ്ചകൾ അവിടെയാണ്. നമ്മൾ ആ 20-25 മിനിറ്റ് പോകുന്നതേ നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ ഷാർജ അവിടെ എത്തി. ഷാർജ ബോട്ട് സർവീസ് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഷാർജ അക്വേറിയത്തിന് മുമ്പിലാണ് നമ്മൾ വന്നിറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഷാർജ അക്വേറിയം കൂടി കയറി കണ്ടിട്ട് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഞങ്ങളിതിൽ മുമ്പ് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പോൾ ഇപ്പോൾ കൊച്ചുങ്ങളെയും കൊണ്ട് ഒന്നും കൂടി കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകണം. അപ്പോൾ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ ഈ മീനുകളുടെ സ്റ്റാച്ചുകൾ ഇങ്ങനെ തൂക്കിയിട്ട് കാണാം. നല്ല രസമാണ്. ടിക്കറ്റ് എടുക്കാൻ കയറിയപ്പോൾ അഡൽറ്റിന് 25 ദിർഹംസും കുട്ടികൾക്ക് 15 ദിർഹംസാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറാൻ പോവുകയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഓഫ് ടൈപ്പ് ഓഫ് ഫിഷുകൾ എന്ന് പറയാം നമുക്ക്. അതായത് നമ്മൾ പല സ്ഥലത്തും അക്വേറിയം കണ്ടിട്ടുണ്ട്, അതുപോലെ ദുബായ് മോൾ, അങ്ങനെ പല സ്ഥലങ്ങളിൽ. പക്ഷെ അവിടെയൊന്നും കാണാത്ത പല ടൈപ്പുള്ള മീനുകളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നമുക്ക് കാണേണ്ടത് തന്നെയാണ്. സ്നേക്ക് പോലത്തെ മീനുകൾ, അങ്ങനെ പല ടൈപ്പുകളുണ്ട്. നമ്മൾ സീ ഹോഴ്സ്, സ്റ്റാർ ഫിഷ്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. നമുക്ക് കാണേണ്ട കാഴ്ച തന്നെയാണത്.
നമ്മളിവിടെ കാണുന്നത് ഒരു പാമ്പിൻ്റെ പോലെയുള്ള ഒരു ഫിഷാണത്. പക്ഷെ കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നുന്ന ആ മീനിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഈൽ എന്ന് പറയും. ഇത് ടൈപ്പ് ഫിഷാണ് നമുക്ക്. പക്ഷെ ഞാനത് ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു ഫിഷിനെ കാണുന്നത്. ഇവിടെ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഇവിടുന്ന് നമുക്ക് അവർക്കൊരു പേപ്പർ തരും. ഒക്ടോബസ്, അതുപോലെ ഫിഷ്, പിന്നെ സീ ഹോഴ്സ്. അത് പിക്ചർ ഉണ്ടാവും, നമ്മൾ കളർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ കുട്ടികൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്തിട്ട് ആ സ്ക്രീനിൽ കൂടെ പോകും. അപ്പോൾ കുട്ടികൾക്ക് അതൊരു ഭയങ്കര ഹാപ്പിനെസ്സാണ്. അതൊരുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആണ്. ഇങ്ങനെ നടന്ന് പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു നല്ലൊരു കുട്ടികൾ എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണത്. I whisper in the air, humming softly to the leaving. I see a flame inside me, shining on the speeds of mine. My soul was weakening. I found you. My world is now complete. I thought it was impossible, but that's how things were to me. I love you, and it's not some reverie. I'll lay down in your arms, and there's where I wanna be forever. I used to have low self-esteem, thoughts turn like bullets in the breeze. But someone touching my strings and sing a song I've never heard, something so sweet. നമ്മളങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ ചെറിയ റെസ്റ്റോറൻറ്റ്, നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ കഴിക്കാം. പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. കുറേ ആൾക്കാർ ഫിഷിങ്ങും ഒക്കെ ചെയ്യുന്നത് കാണാം. അവിടെ മീൻ പിടിക്കുന്ന നല്ല വ്യൂ ആണ്. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് കിടന്നു. I'll lay down in your arms, and that's where I wanna be. Back then, I was so stupid. Too much anger in the eyes. Alone at home with no supplies. I froze all my own dreams. Let's give the past where it belongs. And I said, what is to come? I found you. My world is now complete. I thought it was impossible, but that's how things were to me. I love you. It is not some reverie. I'll lay down in your arms, and that's where I wanna be. I found you. My world is now complete. I thought it was. അങ്ങനെ ഞങ്ങൾ എല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇനി അവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോകൾ ഇവിടെ എടുത്ത് ഞങ്ങൾ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ചേട്ടൻ താമസിക്കുന്നത് റോളയിലാണ്, ഷാർജ റോളയിലായതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ട് പോകും. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ നല്ല കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കാണാൻ പറ്റിയത്. അപ്പോൾ അവിടെ ഇവിടെ ഒന്ന് ചുമ്മാ കറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. People lie, falling to the screen. It's coming to get you. There's no escape. All you have to do is wake up now and make a better day. It's coming to get you. There's no escape. All you have to do is
Wake up now and make a better day. All people lie, spitting on your face. All people lie, fall into the space. All people lie, spitting on your face. All people lie, fall into the space. It's coming to get you. There's no escape. All you have to do is wake up now and make a better day. It's coming to get you.